കാനഡയിലെ ഈ പ്രാവശ്യത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രീം ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ വിൻ്റർ എന്ന് പറയുന്നത് ഞാൻ കാനഡയുടെ വന്നിട്ട് 1 ഇയറായി. എൻ്റെ ആദ്യത്തെ വിൻ്ററും കൂടെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഈ സ്നോ ഒക്കെ നമ്മുടെ ദേഹത്തേക്ക് വീഴുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ പതിയെ പതിയെ ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. കുറേ ദിവസം കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഇത് തന്നെ ആയപ്പോൾ നമുക്ക് മടുപ്പായി തുടങ്ങി. എനിക്കാണെങ്കിൽ വർക്കുള്ള ഒരു ദിവസം കൂടെ ആയിരുന്നു ഇത്. സോ വീട്ടിൽ നിന്ന് ഈ ബൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്നോയ്ക്കകത്തായിരുന്നു. അങ്ങനെ പതിയെ വെളിയിലേക്ക് നടന്നൊക്കെ എത്തി ഞാൻ. പക്ഷെ സ്നോ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. സിറ്റിയിൽ നിന്നാണെങ്കിൽ വന്നിട്ട് റോഡിൽ നിന്ന് സ്നോയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മളുടെ ഒരു വോക്ക് വേ ആണ്. വോക്ക് വേ എന്ന് പറഞ്ഞാൽ ഫുൾ സ്നോ കൊണ്ട് കവർ ചെയ്തേക്കുക. അങ്ങനെ അതിനകത്തൂടെ എല്ലാവരും പോയി പോയി ഇച്ചിരിയൊക്കെ മാറി ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും സ്നോ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളാണ് ട്രീസിലൊക്കെ ഈ സ്നോ ഒക്കെ നിൽക്കുന്നത് കാണാനായിട്ട്.